ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് മൈസൂരിലുള്ള ഒരു കാർ മ്യൂസിയത്തിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 140 കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാർ മ്യൂസിയമാണ്. അപ്പോൾ ഇത് 9 മണിക്കാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, ഇതുപോലെ വലിയൊരു ടയറാണ് നമുക്ക് റോഡിൽ നിന്നൊക്കെ നോക്കിയാൽ കാണാൻ പറ്റുന്നത്. 50 റുപ്പീസാണ് ഇവിടെ ടിക്കറ്റ് ചാർജ്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് എൻട്രി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് ഇത് ഓപ്പൺ ആയിരിക്കുക. അപ്പോൾ നമുക്ക് പയ്യന മ്യൂസിയത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. Follow, like, share, subscribe and press the bell icon if you want wonderful, amazing and enjoyable vlogs. ഇത് നമ്മുടെ മഹാത്മാഗാന്ധി കർണാടകയിൽ ഉപയോഗിച്ചിരുന്ന വണ്ടിയായിരുന്നു. സ്റ്റുഡിബേക്കർ US മെയ്ഡായിട്ടുള്ള കാറാണ്. പ്രസിഡന്റ് 8 എന്നാണ് ഈ ഒരു മോഡലിന്റെ പേര്. 120 km/h വരെ സ്പീഡിൽ പോകാവുന്ന ഒരു വണ്ടിയാണിത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു വണ്ടീന്റെ ലുക്ക് തന്നെയാണ്. ഈ ഒരു മ്യൂസിയത്തിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന വണ്ടികളിൽ ഒന്നാണിത്. അടുത്തത് ഇതാ ഈ ഒരു വണ്ടിയാണ്. കാണുമ്പോൾ റോൾസ് റോയ്സ് പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് റോൾസ് റോയ്സ് അല്ല, ഫിയറ്റ് ആണ്. ഫിയറ്റിന്റെ 521 എന്ന് പറഞ്ഞിട്ടുള്ള 1928 മോഡലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റോൾസ് റോയ്സിൻ്റെ പോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള വലിയ ഗ്രില്ലാണ്. പൊതുവേ പണ്ടത്തെ കാലത്തൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നത് റോൾസ് റോയ്സ് കാറിലായിരുന്നു. പിന്നെ ഇതാ നമുക്കിവിടെ 2 അമേരിക്കൻ ബ്യൂട്ടീസിനെ കാണാം. ഒന്ന് ഈ ഒരു ഫ്രേസർ ആണ്, 1947 മോഡലാണ്. ഇത് ഇവിടെ ഡൊണേറ്റ് ചെയ്ത ഒരു കാറാണ്. ഫ്രേസർ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ബ്രാൻഡാണ്. പിന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വേറൊരു അമേരിക്കൻ ബ്യൂട്ടി ഇതാണ്. ഇത് ബ്യൂക്കാണ്. ബ്യൂക്കിൻ്റെ 50 സീരീസിൽ വന്നിട്ടുള്ള 8 എന്നുള്ള മോഡലാണ്. അന്നത്തെ കാലത്ത് അമേരിക്കൻ കാർസിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിരുന്ന ഒരു ഡിസൈനാണ് ഇത് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു പ്രോപ്പർ അമേരിക്കൻ ബ്യൂട്ടിയാണ്. ഈ മ്യൂസിയത്തിലെ രാജാവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. അന്നത്തെ മൈസൂർ രാജാവ് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണിത്. ജയചാമരാജേന്ദ്ര വാഡിയാർ എന്ന് പറയുന്ന മൈസൂരിലെ മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന കാറായിരുന്നു ഇത്. ഈ ഒരു കാർ എന്ന് പറയുന്നത് ഡാംലർ ആണ്. ഡോറിന്റെ മുകളിൽ തന്നെ നമുക്ക് മൈസൂർ രാജകുടുംബത്തിന്റെ ലോഗോ ഒക്കെ കാണാം. ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും സ്പെഷ്യൽ ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഒരു കാർ തന്നെയാണിത്.
കാറുകളുടെ മാത്രമല്ല, പണ്ടത്തെ മോഡൽ ബൈക്കുകളുടെയൊക്കെ കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഫ്രഞ്ച് കാറായ സിട്രോന്റെ 2CV എന്ന് പറയുന്ന കാറാണ്. ഇത് 1947 മോഡലാണ്. അപ്പോൾ ഈ ഒരു കാറ് കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ക്യൂട്ട്നെസ് ഒക്കെ മനസ്സിലാവും. ഇങ്ങനെയൊരു ഡിസൈന് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഫ്രാൻസിൽ ജനങ്ങൾക്കായിട്ട് ഡിസൈൻ ചെയ്തതാണ്. ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാറുകളാണിത്. ഒന്ന് ഹിന്ദുസ്ഥാൻ 14ഉം ഇത് ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്ററും ആണ്. അപ്പോൾ അംബാസഡറിൻ്റെ ഒക്കെ മുമ്പ് വന്ന കാറുകളാണിത്. അപ്പോൾ ഈ ഒരു കാറുകളിലൂടെയൊക്കെയാണ് ഇന്ത്യയിൽ കാർ പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. കാറുകളിലെ എൻജിൻ സൈസും പെർഫോമൻസും മാത്രമല്ല, ഡിസൈനിനും നല്ല പ്രാധാന്യമുണ്ടെന്ന് തെളിയിച്ച ഒരു അമേരിക്കൻ ബ്യൂട്ടിയാണിത്. ഷെവർലെറ്റ് ബെൽ എയർ എന്നാണ് ഈ ഒരു കാറിന്റെ പേര്. ഡിസൈനിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാറായിരുന്നു ഇത്. വേറൊരു അമേരിക്കൻ ബ്യൂട്ടിയാണ് സ്റ്റുഡിബേക്കറിന്റെ ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള കാറാണിത്. പണ്ടത്തെ ഹിന്ദി ഫിലിംസിലൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിരുന്ന കാറാണിത്. ഷെവർലെറ്റ് ഇംപാല ഒരു കാലത്ത് ഏറ്റവും എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഫോമാണിത്. ഇതും ഒരു അമേരിക്കൻ ഡിസൈനിൽ പെടുന്ന വണ്ടിയാണ്. വീണ്ടും ഒരു സ്റ്റുഡിബേക്കർ കൂടി കാണാം. ഈ ഒരു വണ്ടിക്ക് 2 പ്രത്യേകതകളാണുള്ളത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷത്തിലുള്ള വണ്ടിയാണിത്. വേറൊരു പ്രത്യേകത, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഫിസിസ്റ്റ് CV രാമൻ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണിത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ അടുത്തായിരുന്നു ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നത്. പിന്നീട് ഇവിടത്തേക്ക് ഡൊണേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള സ്കൂട്ടേഴ്സ് ഒക്കെ കാണാം. ഈ ഒരു കളർ തന്നെയാണ് ഈ ഒരു സ്കൂട്ടേഴ്സിൻ്റെ ഒക്കെ അട്രാക്ഷൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ക്ലാസിക് കാർസിൻ്റെ കളക്ഷൻസ് ആണ്.
ഇവിടെ ഏറ്റവും കൂടുതൽ ഷോ ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു വണ്ടിയാണ്. ഇത് മെഴ്സിഡീസ് ബെൻസിൻ്റെ 8 മോഡലാണ്, 1926 മോഡൽ. ഇത് സിപ്പാനി ഡോൾഫിൻ എന്ന് പറയുന്ന വണ്ടിയാണ്, 85 മോഡലാണ്. ഇത് ഫുള്ളും ഫൈബർ ബോഡി ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാറാണ്. ഇതിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ലുബ്ന ഷാനിബ്.